മോഹൻലാലിൻ്റെ മകൾ വിസ്മയ മോഹൻലാൽ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ചിത്രമാണ് തുടക്കം. ഒരു മികച്ച തുടക്കം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അതിഗംഭീരമായ ഒരു ചിത്രം. കാര്യം വിസ്മയെ സംബന്ധിച്ച് ആദ്യ പടമാണെന്ന് പറയത്തേയില്ല. കാരണം എന്താ പറയുന്നത്, മികച്ച ഒരു അഭിനേതാവ് അഭിനയിച്ച് പ്രതിഫലിക്കേണ്ട കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഈ ചിത്രത്തിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. തുടക്കക്കാരിയാണെന്ന് കൃത്യമായിട്ട് പറയേണ്ടില്ല. പിന്നെ എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ആന്റണി പെരുമ്പാവൂരിൻ്റെ മകൻ ഒരു രക്ഷയില്ലാത്ത സാധനമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് തുടക്കത്തിൽ നമുക്ക് ആദ്യ പകുതിയിൽ അനുഭവപ്പെട്ടത്. ഒരു ത്രിൽ മൂടി പറഞ്ഞു പോകുന്ന ചിത്രം. നമുക്ക് എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഈ ചിത്രം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അടുത്തത് എന്ത് സംഭവിക്കും എന്നറിയാനുള്ള ഒരു ആകാംക്ഷ ഈ ചിത്രത്തിൽ ഉടനീളം നിറഞ്ഞു നിൽപ്പുണ്ട്. ജൂഡ് ആൻ്റണി ജോസഫ് ഒരു രക്ഷയില്ല. നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രതിഭയൊന്നും അളക്കാൻ പറ്റത്തില്ല. കാരണം ശാന്തി ഓശാനിയും അതുപോലെ 2018 ഒക്കെ കണ്ട് നമ്മളെ വിസ്മയിപ്പിച്ച ആ സംവിധായകൻ വീണ്ടും വിസ്മയിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ തുടക്കത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ആദ്യപതി ഞാൻ പറഞ്ഞില്ലേ കൃത്യമായിട്ട്. പിന്നെ ഒരു ലാലേട്ടൻ ചിത്രം വരുമ്പോഴത്തേനും നമുക്ക് ലാലേട്ടൻ കാമികമായിട്ടൊക്കെ വരുന്നു എന്നൊക്കെ അറിയുമ്പം ലാലേട്ടന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരിക്കും. പക്ഷേ ഈ ചിത്രത്തിൽ നമുക്ക് അങ്ങനെ തോന്നുന്നില്ല. എല്ലാം കഥാപാത്രമായിട്ട് തോന്നുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത്. ലാലേട്ടന് വേണ്ടി ചിത്രം ബോറടിപ്പിക്കുമ്പോഴാണ് ലാലേട്ടന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നത്. ഇത് അങ്ങനെയില്ല. ലാലേട്ടൻ വരുമ്പോൾ വരട്ടെ എന്നുള്ള ആകാംക്ഷയോട് നമ്മൾ കാത്തിരിക്കുന്നു. രണ്ടാം പകുതി ലാലേട്ടനും കൂടെ എത്തിക്കഴിയുമ്പം ചിത്രം എന്താ ഗ്രാഫ് ഉയർന്നു തന്നെ നിൽക്കുന്നു. ആദ്യ പകുതി, രണ്ടാം പകുതി, അങ്ങനെ കൃത്യമായിട്ട് സിനിമയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഈ ചിത്രത്തിലുണ്ട്. ഒരു ഗംഭീര വിജയമായി മാറും ഈ ചിത്രം എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. കാരണം എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ ഇത്രമേൽ പ്രതീക്ഷിച്ചില്ല. ജൂഡ് ആൻ്റണി ജോസഫ് എന്ന് പറയുന്ന സംവിധായകനെ പ്രതീക്ഷിച്ച് തന്നെയാണ് ചിത്രം കാണാൻ പോകുന്നത്. പിന്നെ വിസ്മയ മോഹൻലാൽ, നമുക്കറിയില്ല വിസ്മയുടെ അഭിനയം എന്താണ്. പക്ഷേ ചിത്രത്തിൻ്റെ പാട്ട് വന്നു കഴിഞ്ഞപ്പം വിസ്മയെ ഞെട്ടിപ്പിക്കും എന്നൊക്കെ ഒരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. കാരണം തുടക്കക്കാരിയാണെന്ന് തോന്നുന്നേയില്ലായിരുന്നു. പിന്നെ ഒരു പാട്ട് മാത്രമാണ് പുറത്തു വന്നത്. സിനിമയിലെ ഓൾ ഇന്ത്യ ഓൾ എങ്ങനെ വരുമെന്ന് നമുക്കറിയില്ലായിരുന്നു. അതുപോലെ ആശിഷ് എന്ന് പറയുന്ന ആ വില്ലൻ കഥാപാത്രത്തെ പറ്റി നമുക്കറിയില്ല. കാരണം അദ്ദേഹം എമ്പുരാനിൽ അല്പം വന്നുപോയി. അതിനുശേഷം എന്താകും എന്ന് നമുക്ക് ആകാംക്ഷയുണ്ടായിരുന്നു. അതോ അച്ഛനും മോഹൻലാലിൻ്റെ മകൾ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ മകൻ ഇവരെല്ലാം കൂടെ ചേർന്നൊരു തട്ടിക്കൂട്ടാണോ എന്ന് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നുമല്ല. കൃത്യമായിട്ട് ആ കഥയ്ക്ക് വേണ്ട കഥാപാത്രങ്ങൾ തന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. എല്ലാവരും ഫ്രഷ്നെസ് ഫീൽ ചെയ്തു. അതുപോലെ മനുഖ ജെയിൻ, സായി കുമാർ എല്ലാവരും ഞെട്ടിപ്പിച്ചു എന്ന് പറയാം. ഇത് കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു ഇതിനകത്തെ കഥാപാത്രങ്ങളെല്ലാം തന്നെ വില്ലൻ കഥാപാത്രമായാലും നായിക കഥാപാത്രമായി എല്ലാവരും അവരവർക്ക് വേണ്ട യോജിച്ച കഥാപാത്രങ്ങൾ തന്നെ ജൂഡ് തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അവരവർക്ക് വേണ്ടി ഉണ്ടാക്കിയ കഥാപാത്രം പോലെ തന്നെ തോന്നി. നമ്മൾ എടുത്തു പറഞ്ഞ വിസ്മയയുടെ ആദ്യ പടം എന്ന് നമുക്ക് തോന്നത്തേയില്ലാത്ത രീതിയിൽ വിസ്മയ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇനി നിരവധി ചിത്രങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട്. വിസ്മയ നമ്മളെ ഞെട്ടിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്ന് തോന്നുന്നു. കാരണം നമുക്ക് എപ്പോഴും തോന്നുന്ന പോലെ വിസ്മയയുടെ രൂപം എന്ന് പറയുന്നത് ലാലേട്ടനും അങ്ങനെ തന്നെയാണ്. പൗരുഷത്തിൻ്റെ ഈ സൗന്ദര്യത്തിൻ്റെ പ്രതീകമൊന്നും അല്ല ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തി. പക്ഷേ എന്തോ നമുക്കിഷ്ടമാണ്. അതുപോലെ നായിക കഥാപാത്രം ഇങ്ങനെ ആവണമെന്നൊക്കെ മനുഷ്യൻ്റെ മനസ്സിൽ തോന്നലുണ്ട്. സിമ്മായിരിക്കണം, ബ്യൂട്ടി ആയിരിക്കണം, കണ്ണുകളിങ്ങനെ വേണം, മുടി ഇങ്ങനെ വേണം എന്നൊക്കെ ഒരു തോന്നലുണ്ട്. പലർക്കും ഒരു സങ്കല്പമുണ്ട്. അതിൽ നിന്നൊക്കെ വിഭിന്നമായി ഇതൊന്നും വേണ്ട മലയാളികൾക്ക് ഇഷ്ടപ്പെടാൻ. കഥാപാത്രം ഭംഗിയായിട്ട് അവതരിപ്പിച്ചാൽ മതി എന്ന് കൃത്യമായിട്ട് കാണിച്ചു തരാൻ വിസ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. വിസ്മയെ ഞെട്ടിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും വരും മണിക്കൂറിൽ മികച്ച രീതിയിലുള്ള കളക്ഷൻ നേടി മുന്നേറും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പരിശോധിക്കുമ്പോൾ ഇതിനെതിരെ വളരെ സംഘടിതമായ പല ആക്രമണങ്ങളും ഉണ്ടായിരുന്നു. ഇതൊന്നും ഈ ചിത്രത്തെ ബാധിക്കത്തില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിനുവേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഈ ചിത്രത്തിൽ നമ്മൾ ഞെട്ടിപ്പിച്ച് ജോസ് ബിനോയെ പറ്റി ആർക്കും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. സംഗീതം അപാരം,
അതിലെ BGM ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ ഞെട്ടിപ്പിച്ചു എന്ന് പറയാം. എനിക്ക് തോന്നുന്നു ഇതിന് അണിയറെ പ്രവർത്തിച്ചവരെല്ലാം കൃത്യമായിട്ട് അവർ ചെയ്യേണ്ട ജോലി ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആക്ഷൻ സീൻസ് ഒരു രക്ഷയില്ല, പിന്നെ പറയേണ്ട കാര്യമില്ല. ഒരു രക്ഷയില്ലാത്ത സാധനങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇതൊരു കുടുംബ ചിത്രം തന്നെയാണ് സത്യം പറഞ്ഞാൽ. അതിനകത്ത് ത്രില്ലർ മൂഡിൽ പറഞ്ഞു പോകുന്ന ഒരു കുടുംബ ചിത്രം. അതിനകത്ത് ആക്ഷനുണ്ട്, എല്ലാ സിനിമയ്ക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നിറഞ്ഞു നിൽക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതുപോലെ അഭിനേതാക്കൾ, ഇപ്പോൾ ലാലേട്ടനെ കൊണ്ടുവരുന്ന ലാലേട്ടനെ കൃത്യമായിട്ട് ചിത്രത്തിന് വേണം, അവിടെയാണ് ലാലേട്ടനെ കൊണ്ടുവരുന്നത്. അല്ലാതെ ലാലേട്ടനെ കൊണ്ടുവരാൻ വേണ്ടി ഒരു റോള് കൊണ്ടുവന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അത് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ജൂഡ് ആൻ്റണി ജോസഫിന് കൃത്യമായിട്ട് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു ചിത്രം തന്നെ. അപ്പം ചിത്രം കണ്ടവർ കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യണം. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ.